സൂപ്പർ സൂപ്പർ ഓർക്കസ്ട്ര റെഡി. अरे वाह 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 क्या बात है. ഓക്കെ. അപ്പൊ ആ ഹാർമോണിയം നാളെ എടുത്തു തരൂ കേട്ടോ. രണ്ടുപേരും വായിക്കാന്ന് വാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ ഹരിച്ചേട്ടാ? Maybe. മേബിയോ? ഓക്കെ റെഡി. ജഡ്ജസ് ഓക്കെ തുടങ്ങാം. ട്രിബ്യൂട്ട് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം പാർവണ. സോ ലെറ്റ്സ് വെൽക്കം പാർവണ. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ആലിൻ കൊമ്പത്തന്തി ഉറങ്ങണൊരോലെ ഞാലിക്ക് പൂത്താലി. ആറ്റിലൊളിച്ചു കളിക്കണമീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണമീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിനു കൂടേണ്ടേ. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. മൈലാഞ്ചിക്കുന്നും മേലെ വേൽക്കായും മാടത്തത്തെ മാറ്റേറും മൈയുണ്ടോ കണ്ണെഴുതാൻ. ആ മാടപ്പെട്ടി തുറക്കും മലർമാസ ചിങ്ങനിലാവേ നിൻ കയ്യിൽ മിന്നുണ്ടോ പൊന്നുരുക്കാൻ. നിഴലോലത്തുമ്പിൽ താണാടുമ്പോ സിന്ദൂരം വാരിത്തൂവി സായം കാലം. നിഴലോലത്തുമ്പിൽ താണാടുമ്പോ സിന്ദൂരം വാരിത്തൂവി സായം കാലം. ശ്രുതി കൂട്ടിപ്പാടിയതൊരു രാക്കിളിക്കൂട്ടം. തുടിതാളം കൊട്ടി കുഞ്ഞു കുഞ്ഞാറ്റകൾ. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം.
കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ് കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിന് കൂടേണ്ടേ ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം പാർവണ സൂപ്പർ. ആ ഗെറ്റപ്പിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും സമ്മർ ഇൻ ബെത്ലഹേമിലെ അടുത്ത സോങ് അല്ലേ? ചോദിക്കാം നമുക്ക്. ഓക്കെ ഹരിച്ചേട്ടാ. കാലക്കി സൂപ്പർ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. താങ്ക് യു സർ. കാരണം നല്ല പ്രസന്റേഷൻ, നല്ല സോങ് സെലക്ഷൻ, നല്ല അറ്റയർ, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, സ്റ്റേജ് നന്നായിട്ട് യൂസ് ചെയ്യുക, നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഞാനൊന്നും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഹരി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ പറഞ്ഞു പറയട്ടെ. ആമാടപ്പെട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ആമാടപ്പെട്ടി പെട്ടി പൂട്ടി എടുത്ത് കളഞ്ഞു. എനിക്ക് തോന്നുന്നു പാർവണയുടെ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. കാരണം ഈ പാട്ട് ഇച്ചിരി പണിയുള്ള പാട്ടാ. നമ്മൾ കേൾക്കുമ്പോൾ നല്ല സുഖമാണ് കേൾക്കാൻ. പക്ഷെ ഇത് പാടി പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് നല്ല ബ്രെത്ത് വേണം. ബ്രെത്ത് എടുക്കാനുള്ള സ്പേസ് കുറവാണ്. പിന്നെ ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു. നല്ല ക്ലിയർ ആയിരുന്നു. സംഗതീസൊക്കെ കുറേയൊക്കെ കറക്റ്റ്, നല്ല രസമായിരുന്നു. എനിക്ക് മറ്റേ അടിപൊളിയായിരുന്നു അതൊക്കെ. സൂപ്പറായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. നൈസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക അല്ല എഴുതി വെച്ച ആള് പറയട്ടെ. ശരത് സാർ. മോളെ ഓ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയതാ. താങ്ക് യു സർ. കുറെ സന്തോഷം. അത് കാര്യം ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും നമുക്ക് ചുമ്മാ അപ്പുറത്തൊക്കെ ഒന്ന് തലയും ചൊറിഞ്ഞ് നിന്ന് പാടാമെന്ന്. പാടി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ട്രിക്കിയാണ്. ഓ ആണെങ്കിൽ പോലും അതൊരു ട്രിക്കിയാണ്. അത് നമ്മുടെ വിദ്യാണ്ണന് പിന്നെ കെട്ടിപ്പിടിച്ച് ഒരു സൂമകളെ ഈ ലിറിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റൗണ്ടിൽ നീ ഡാൻസ് ചെയ്തു. ആവും അതിമനോഹരം. മോളെ അസാധായിട്ട് ചെയ്യുന്നു നീ കേട്ടോ. നീ ചെയ്യുന്ന നല്ല ഗ്രേസ് ഉണ്ടടാ. നന്നായി കളിക്കും ഡാൻസ്. ആണോ? മോള് ഡാൻസർ ആണോ? അതെ ഡാൻസ് നന്നായി കളിക്കും. ഓക്കെ നല്ലതാ താങ്ക് യു സർ. മോളെ. എനിക്ക് ആ കാൽത്തള കെട്ടി കൈയുള്ളത് അത് ശ്രുതിന്നൊക്കെ ഒന്ന് മാറി. പിന്നെ അടുത്ത വന്ന ഓയും ഓ ആയിപ്പോയി. അത് നമുക്കൊന്ന് വൃത്തിയായിട്ട് പാടിയല്ലോ. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിനു കൂടേണ്ടേ അത് കണ്ട. അത് ചളുങ്ങാതെ അങ്ങോട്ട് അതത്രേ ഉള്ളു. അറിയാമല്ലോ. അത്രേ ഉള്ളു. പിന്നെ അല്ലാണ്ട് മക്കളെ അതുപോലെ നിഴലോല അത് കുറച്ച് ക്ലാരിറ്റി വേണം മോളെ പറയുമ്പോൾ. നിഴലോല അത് കള്ളുകൂടിയ അത് നിഴലോല അത് കൃത്യമായിട്ട് പറയണം മോളെ കേട്ടോ. പിന്നെ വന്ന ഓയും ആ രാക്കിളിക്കൂട്ടം ഒരു ക്ലാരിറ്റി ആവും മോളെ. രാക്കിളിക്കൂട്ടം ഒന്ന് പാടാമോ? അത് ശ്രുതി കൂട്ടി പാടിയതൊരാക്കിളിക്കൂട്ടം തുടിതാളം കൊട്ടി. ആ നോട്ട് കേൾക്കണം. അത്രേ ഉള്ളൂ. രണ്ട് സ്ഥലത്ത് മോക നീ കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുപോലെ ചെമ്മാന ചെപ്പൊളിക്കും ചിങ്കാര അത് ഒരു സ്ലിപ്പായിപ്പോ നമുക്ക് പാടിയാലോ. ചെപ്പിലൊളിക്കും ചിങ്കാരത്താര കുഞ്ഞേ താലോലം കുഞ്ഞേ താലോലം. ഓക്കെ മോളെ. പിന്നെ നാണിക്കല്ലേ നറുമഞ്ഞിൻ മുത്തേ നാണിക്കല്ലേ നാണിക്കല്ലേ. അത് ആദ്യത്തത്. രണ്ടാമത്തെ ഇപ്പൊ പാടിയല്ലേ. ആദ്യത്തെ പാടപ്പോ നറുമഞ്ഞിൻ മുത്തേ നാണിക്കല്ലേ അത് ക്ലാരിറ്റി അത്രേ ഉള്ളൂ. ബാക്കി ഇതൊക്കെ മോക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാട്ടാ. പക്ഷെ എനിക്ക് ഇഷ്ടമായി കുറെ. മക്കളെ കാണാനും മോടെ പാട്ടും. ലവ് യു. താങ്ക് യു ശരത്. ഷാനിക്ക പറഞ്ഞ അടിപൊളിയായിരുന്നു.
നമ്മൾ സൂപ്പർ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് ഈ സ്റ്റാൻഡ് പോലെ നിന്നിട്ട് പാടുന്നതല്ല. സ്റ്റേജ് പ്രോപ്പർലി യൂസ് ചെയ്യുന്ന ഒരു എന്റർടൈനർ ആൻഡ് എ വെരി ഗുഡ് സിംഗർ. അതാണ് സൂപ്പർ സ്റ്റാർ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കണം. അത് എന്തുകൊണ്ടും യോഗ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പറയണം. കാരണം ഈ പാട്ടിനൊരു ചാം ഉണ്ട്. ആ ചാം മോള് കൊണ്ടുവന്നു കേട്ടോ. കാരണം ഇത് നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. ഈ പാട്ട് ഇച്ചിരി പണിയാണ്. പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്. അത് പിന്നെ ഇത്രയും ഈ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും അത് ചെയ്തല്ലോ. അത് സ്റ്റേജ് പ്രോപ്പർലി യൂസ് ചെയ്തു, ഇന്ററാക്ഷൻസ് നല്ലതായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പാക്കേജ് ആയിരുന്നു പറയണ. അത് അടിപൊളിയായിരുന്നു. ഞാൻ ഇവരൊക്കെ പറഞ്ഞു തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. ആമാടപ്പെട്ടി. ഓ, എല്ലാരും ആമാടപ്പെട്ടിയിലാണ് പിടിച്ചത്. ആമാടപ്പെട്ടി അത് തുറക്കും മുന്നേ അത് പോയി. ബാക്കി ഈ ഓ ആണ് ഒരു അപകടകാരിയായിട്ടുള്ളൊരു സംഭവം. അതാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട് താനും. അതൊരു 150 ഓയും ഉണ്ട്. പിന്നെ ചില നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്, പക്ഷെ ഫിസിക്കലി അത് പോസിബിളും അല്ല. കാരണം അവിടെ ബ്രെത്ത് എടുത്തേ പറ്റും. ഇപ്പം പൂവാക ചില്ലയുലയ്ക്കും തൈമാസ തെന്നൽ പെണ്ണെ. മോൾ അതൊന്ന് പാടിയേ. നേരത്തെ ആ നോട്ട് ഉണ്ടല്ലോ, അത് തൊട്ടില്ല. അത് കട്ട് ചെയ്തിട്ടാണ് ബ്രെത്ത് എടുക്കണം. അപ്പൊ അതിനൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ വരും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായാലും അത്രേ ഉള്ളൂ പറയണ. ഇത് പിന്നെ ഈ പാട്ടിന്റെ ഉദ്ദേശം ഇതാണ്. ചിരി, കളി, ബഹളം ഒക്കെ അത് നമ്മൾ അത് കണ്ടതാണല്ലോ വിഷ്വൽ. അത് മോൾക്ക് ആക്ച്വലി ആ വിഷ്വൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റി കേട്ടോ. വെരി ഗുഡ് മോളെ. അതുപോലെ ഈ ഒരു പാട്ടിൽ ഇപ്പൊ ഇതിനകത്തുള്ള വളരെ ട്രിക്കി സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ മോള് പാടി തുടങ്ങുമ്പോഴേ മോക്ക് ആ ടെൻഷനില്ലേ, ഇത് ശരിയാകുമോ, ഈ ഓ ശരിയാകുമോ, മറ്റേ ഓ ശരിയാകുമോ, ടെൻഷനില്ലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച ഒരാൾ ഈ ഫ്ലോറിലുണ്ട്. ആ ഷീനു. അയ്യോ, അവരവിടുന്ന് കുരിശ് വരയ്ക്കുന്നു, ഇങ്ങനാക്കുന്നു, തേങ്ങ അടിക്കും, പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ കുരിശ്, പിന്നെ അള്ളാഹുന്ന എല്ലാ ദൈവങ്ങളെ വിളിച്ച് ഇവിടെ കേട്ടു നമ്മുടെ നെഞ്ചിൽ തറച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവൻ തെറ്റിക്കുമോന്ന്. എനിക്ക് മോളെ കാര്യം ഞാനങ്ങ് വിട്ടു പോട്ടെ. തെറ്റിച്ച് നമുക്ക് എഴുതി പറയാം എന്തോ ചെയ്യും. ഷിനു കരക്കിടാ. സൂപ്പർ. ഈ ആണുങ്ങളുടെ പേര് നിലനിർത്തി. ഷിനു ഫാൻസ്. ഇനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ ഹരി, മാർക്ക് പറ. എത്ര വേണം പാർവണ? അറിയില്ല. എന്നാലും ചുമ്മാ ഒരു ഉദ്ദേശം. ഒരു ഗസ് അടി. ഗസ് അടി. എല്ലാവരും ഗസ് അടിക്കുന്നുണ്ടല്ലോ. ഇത്ര നല്ല കമന്റ്സ് കിട്ടിയത്. 8.5. അല്ല, പറയുന്നത് ഞാൻ തരൂ. അയ്യോ, അത് നോക്കിക്കോണം. ജെന്യൂൻ ആയിട്ട് പറയണം. എനിക്ക് നോക്കി പറ. 0.8. ഓക്കെ, 9.4. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ഞാൻ എത്ര തരണ്ടോ? ചുമ്മാ ചോദിക്കും. ഹരിച്ചേട്ടൻ അത്രയും 9.4. അത് വേണ്ടെന്ന്. 9.2. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. சொல்லுங்க மார்க் எவ்வளோ? ஒன்னும் சொல்ல மாட்டேன் படா. ரெஸ்பெக்டே கிடையாது இங்க. நான் கொஞ்சம் பைசா கொடுத்துட்டேன். നാപ്പത്, 60, 80, 100, 120. അവള് വിചാരം കഴിഞ്ഞ പ്രാവശ്യം 500 കിട്ടുന്ന. 500 അവള് നിൽക്കണേ. 200. പാറോണക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല. 240, 260, 280, 300. ആ 300 രൂപയ്ക്ക് മോള് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഒന്നും നോക്കണ്ട. 300 rupees from Bank of Sharat. സൂപ്പർ. മാർക്ക് പൈസ മാത്രമേ ഉള്ളൂ. നോ മാർക്സ്. 8. അല്ലല്ല, അവനൊരു വിശ്വാസം. മക്കളെ 9 മാർക്ക്. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഷിനു ചേട്ടൻ
അടുത്ത അങ്ങനെയാണെങ്കിൽ നമ്മൾ പാടായിരുന്നല്ലോ. നമ്മൾ ഷിനുചേട്ടൻ ഇങ്ങനെ ഡിവോഷനിലൊക്കെ പാടുന്നതിനിടയ്ക്ക് 20 രൂപ കിട്ടുന്നു. 20 രൂപ കിട്ടും. ഓക്കെ, അങ്ങനെ ഓ ഇട്ടതിന് ഷിനു ചേട്ടനും കിട്ടിയിരിക്കുകയാണ് 20 രൂപ. സോ ടോട്ടൽ 27.6 മാർക്ക്. സൂപ്പർ, അടിപൊളി മുത്തേ. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ വരുന്നത് ആരാന്നറിയോ? ഇല്ലല്ലോ. ഇത്തവണയെങ്കിലും അവനെല്ലാം കറക്റ്റ് ആയിട്ട് പാടിയാൽ മതിയായിരുന്നു. അർജുനായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞതൊക്കെ അല്ല മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. അർജുൻ ഈ റൗണ്ടില് അതെ 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 അതെ, നമുക്ക് ചെയ്ത് തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമേ. അയ്യോ യെസ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അർജുൻ. മമ പാർവതി പദേ ശ്രീ ശങ്കരനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ. പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര, നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര, നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ.
സ്വാമി. എന്തോ കൊള്ളായിരുന്നടാ. Thank you. ചോദിക്കാം നമുക്ക്. ഹരിചേട്ടാ രസമായിട്ട് പാടി കേട്ടോ, മൊത്തത്തില് sir. നല്ല വൈബായിരുന്നു. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുവെന്ന് പാടാവോ? അമ്പല അമ്പല സ്പീഡ് വേണ്ട, സ്ലോ സ്ലോ. നമുക്ക് സ്മൂത്ത് ആക്കടാ കുറച്ചുകൂടെ. മോനെ അമിതമായിട്ടുള്ള സ്പീഡ് വേണ്ട, അതിന് ക്ലാരിറ്റി ഇല്ലടാ. അമ്പല താരേ മില്ലാതെ അത് കഴിഞ്ഞ് ആൾത്തറയിൽ വാഴും അതൊക്കെ ആൽത്തറയിൽ തരിരരാരേ. ആൾത്തറയിൽ വാഴും. ആ പിന്നെ പരബ്രഹ്മമൂർത്തി എല്ലായിടത്തും പിച്ച് ഔട്ടായിരുന്നു. പരബ്രഹ്മമൂർത്തി ഓ ചിറയിൽ. പരബ്രഹ്മമൂർത്തി ആ. ചിറയിൽ തീയോ ചിറയിൽ. തീയോ സ്ലോ സ്ലോ. എവിടെ ധൃതി? എന്തിനാ ഈ speed? ഇത്രയും ലൗഡും ആവണ്ട. വൈ എന്തിന് ഇത്ര റഷ് ചെയ്യുന്നത്? സമാധാനം. പരബ്രഹ്മമൂർത്തി തീയോ ചിറയിൽ. പരബ്രഹ്മമൂർത്തി തീതാ. ആ ചിറയിൽ. ഓക്കെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്ന ശങ്കര. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര. ശങ്കര ശങ്കര നിത്യവും നിന്റെ നാമം. നിന്റെ നാമം. നാമം. അതൊക്കെ കുറച്ചൊന്ന് വലിച്ചു പാടിക്കൂടെ? ഒന്ന് കുറച്ച് ഇതൊരു എന്താ ഡിവോഷണൽ സോങ് അല്ലേ? അല്ലേ? സെലിബ്രേഷൻ സോങ് അല്ലല്ലോ. അപ്പൊ നമുക്കത് ആ ഒരു ഡിവിനിറ്റി വേണം പാടുമ്പോ. നാമം ഓക്കെ. മോനെ അടപ്പുണ്ടല്ലോ. അടപ്പുണ്ട്. സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താ. ഓക്കെ. അപ്പൊ മോനെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇത്തവണ വരികളൊന്നും തെറ്റിച്ച് പാടിയില്ല, ക്ലീൻ ആയിട്ട് ലിറിക്സ് പഠിച്ചു. പക്ഷെ എഴുതി തന്നത് പാളി. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. അർജുൻ കർണാട്ടിക് ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ ഒരു സെമി ക്ലാസിക്കൽ? ഫസ്റ്റ് ടൈം അല്ലേ? സോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. വെരി ഗുഡ്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. ഗുഡ്. താങ്ക് യു ഹരിചേട്ടാ. ശരത് സാർ. മക്കളെ, എന്തോ നീ ഒരു ക്ലാരിറ്റി വേണോടാ പാടുമ്പോഴേ. ഇപ്പൊ അരിയെല്ലാം പാടിച്ചു, ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് പരബ്രഹ്മം പരബ്രഹ്മം അങ്ങനെ ആക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നത്. പരബ്രഹ്മം പരബ്രഹ്മ ആ ബ്രാഹ്മ എന്നല്ല നമ്മൾ എഴുതുന്ന പരബ്രഹ്മമൂർത്തി. അല്ല, പരബ്രഹ്മ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പരബ്രഹ്മമൂർത്തി. അത്രേ ഉള്ളു. മീനാക്ഷിക്കാവുണ്ട്. മീനാക്ഷിക്കാവുണ്ട്. ആ, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി മക്കളെ. പിന്നെ ലാസ്റ്റ് ഈ കാമനെ തൊട്ടുള്ളതിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു നിനക്ക്. മൊത്തത്തിലൊരു തളർച്ച. പിന്നെ വയ്യാത്തോണ്ടായിരിക്കും കുഞ്ഞിനല്ലേ? അത്രേ ഉള്ളു കേട്ടോ ഭക്ത. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. അർജുൻ എന്തോ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സർ. ഗുഡ്. ഇവർ രണ്ടുപേരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാര്യങ്ങൾ. ബാക്കി ഇറ്റ് വാസ് നൈസ്. ബാക്കി ഇവർ എല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പ്ലാൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് റഷ് ചെയ്യുന്നു. എല്ലാ സംഗതിക്കും ഭയങ്കര അറ്റാക്കും. അത് നമ്മൾ കളക്റ്റീവായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്, എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അത് കുറച്ച് കൊണ്ടുവരണം കേട്ടോ. കാരണം ആ പാട്ടിൻ്റെ ഡൈനാമിക്സ് കംപ്ലീറ്റ് മാറുകയാണ്. ഓക്കെ, ഇതെല്ലാവരോടും പറയുന്നേ. ശ്രീഹരി, ഞാനെന്താ പറഞ്ഞത് കേട്ടല്ലോ? എന്താ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു ശ്രീഹരി. റഷ് കുറയ്ക്കുക അല്ലേ? എവിടെ ട്രാഫിക് ഇന്ത്യ സംഗതികൾക്കും വാക്കുകൾക്കും ആ അല്ലേ? കുറച്ചില്ലെങ്കിൽ സ്പീഡൊക്കെ കുറയ്ക്കാന്നല്ലേ പറഞ്ഞേ? അല്ല, ലാസ്റ്റ് ഒരെണ്ണം പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്തത്. അതെ, ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത്. മറ്റേ മലയുടെ കാര്യം പറഞ്ഞില്ലേ? അതെന്തായിരുന്നു? ഒരു മലയുടെ കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ? ആ മലയുടെ കാര്യം ചോദിക്കുന്നു. പശ്ചിമ ശൈലഘട്ടം. ആ അയ്യോ, ലാസ്റ്റ് തന്നെയല്ലേ പറഞ്ഞേ? ലാസ്റ്റ് അതല്ല പറഞ്ഞേ. റഷ് കുറയ്ക്കാൻ തന്നെയല്ലേ പറഞ്ഞേ?
അത് വൈക പുറകുന്ന് പറഞ്ഞിരുന്നുണ്ട്, എന്നിട്ട് നീ കേൾക്കുന്നില്ല. വൈക കഷ്ടപ്പെടുമായിരുന്നു. വൈക കഷ്ടപ്പെടാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഇതാരും എന്താ കാണുന്നില്ല. വൈക പറഞ്ഞു? വൈക എന്ന് പറ. ലൈക്ക് എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്? വൈക പുറകുന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്, അത് ആരും കാണുന്നില്ല. അത് അവിടെ എന്തായിരുന്നു പറഞ്ഞെന്ന് പറ. റഷ്യന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞാനിപ്പോ എന്താ പറഞ്ഞു? അവക്കൊന്നും അറിഞ്ഞൂടാ. ഓ ആരെങ്കിലും ഒരാളൊന്ന് വൃത്തിക്ക് ഏ, ഹരി. പറയാം. അതെ ദിയ പറയും. ഹരി. ആദ്യമായിട്ട് ഒരു പേര് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. മോളെ അതിന്റെ ഡൈനാമിക്സ് നഷ്ടം. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത റൗണ്ടിൽ ഞാനൊരു 0.1 എക്സ്ട്രാ തരികയാണ് ഈ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി. ഒരു 0.1 മാർക്ക് ഐ എം ഗിവിംഗ് യു. അത് ഓർമ്മിപ്പിച്ചോ കേട്ടോ. അവൻ തരും. ചോദിച്ചു എന്നെ മേടിച്ച ഓർമ്മിക്കുന്ന ആരാണ്? ദൃശ്യല്ലേ? ധ്രുവ ധ്രുവ വീണ്ടും പോയി. ധ്രുവ മോളെ കേട്ടോ. ദിയ മോക്ക് 0.1 പ്ലസ്. ഓരോരുത്തരും ഞങ്ങൾ തരും. ഞങ്ങൾ 3 പേരും കേട്ടോ. 0.1 ഞങ്ങൾ എടുത്ത മാർക്ക് ഇട്ടിട്ട് ഞങ്ങൾ എന്നിട്ട് പറയും പ്ലസ് 0.1 ആ. ഫോർ ദിസ് സിൻസിയറിറ്റി. ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുന്നതിനും സിൻസിയർ ആയിട്ട് ഇരിക്കുന്നതിനും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രയും പാട്ടിന്റെ ഹോൾ ഡൈനാമിക്സ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പോസർ ഒരു പാട്ടുണ്ടാക്കുമ്പോൾ അതിനൊരു സർട്ടൺ ഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ ആ ലെവലിൻ്റെ മേലെ നിൽക്കുകയാണ് ഇത്. മേലെ നിൽക്കുക ഇൻ ദ സെൻസ് ഈ കുറേ അറ്റാക്കും കുറേ പ്ലാൻസും എന്നൊക്കെ പറഞ്ഞിട്ട് പലതിനാണെങ്കിലും ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വിഷയമില്ല, ഇത്രയൊന്നും സംസാരിക്കില്ല. പക്ഷെ ഇത് ക്ലാരിറ്റിയും ഇല്ല. ഏത് നോട്ടാണ് ഇങ്ങനെ കടകടാന്ന് പോയിട്ട് ഹിറ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്തിട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ കേൾക്കാനും സുഖം ഉണ്ടാവും. മനസ്സിലായില്ലേ? നിനക്ക് പാടാനും ആക്ച്വലി സുഖം ഉണ്ടാവും. ഇത് കഷ്ടപ്പെടാന്ന് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷനിക. അർജു എന്തോ മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു അർജുനെ? ഹരിച്ചിട്ട് തന്നത് ആ 8. അപ്പൊ ഇന്ന് 8.2. താങ്ക് യു സർ. കേട്ടോ. ഓക്കെ. ഷനിക അർജുൻ എന്തോ 8.1. താങ്ക് യു സർ. താങ്ക് യു ഷനിക. ശരത് സർ മക്കളെ 8.4. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. 24.7 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു. സാറോ? സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ വിന്നേഴ്സിന് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് ഫെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഇനി അടുത്തത് ഗിരീഷ് ഏട്ടന്റെ ഒരു സോങ് കേട്ടാലോ? കേൾക്കാം. തകിലൊടു പാടി തൊടിയിലേതു പൊന്നാഞ്ഞിലിമേ പാടി തൊടിയിലേതു പൊന്നാഞ്ഞിലിമേ പുലരി വെയിലൊളി പൂക്കാവടി ആടി തിരു തില്ലാന തിമില തകിലൊടു പാടി
തകിലൊടു പാടി പാടി തേതി പെണ്ണിന് തിരുവിരലിൽ ചാർത്താൻ താരമോതിരം കണ്ണെഴുതാൻ രാവിരുൾ കൂടു കൺമഷി കസവണിയാൻ മാറ്റേടും മാഘ പൗർണമി തിരുവേളി പന്തലുമേയാൻ തിരുനാവാമണലോരത്തി തിരുവാതിരമെനയും പനയോല തകിലൊടു പാടി 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 തൊടിയിലേതോ പൊന്നാനി വൈഗ എന്തോ സൂപ്പർ സോങ് സെലക്ഷൻ, താങ്ക് യു. അടിപൊളി. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സർ, മോളെ എന്തോ നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്. എന്ത് രസാ അത് കേൾക്കാൻ. ഇതൊരു ഐശ്വര്യമാണ് ആ പാട്ട് കേൾക്കാൻ. കാര്യം ഇത് മിക്കവാറും നമ്മൾ ചേച്ചിയുടെ ഷോയ്ക്കൊക്കെ പോകുമ്പം മിക്കവാറും അല്ല ചേച്ചി പാടിയില്ല, ജനങ്ങൾ പറഞ്ഞ് പാടിക്കുന്ന ഒരു പാട്ടായത്. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, അത് ഉള്ള സത്യം പറയാം. നന്നായിട്ട് മോള് പാടി. താങ്ക് യു. പക്ഷെ ഒരു എവിടെ അത് നിന്റെ ടോൺ അതാണോ എന്ന് എനിക്കൊരു ചെറിയ തോതിലൊരു അടപ്പിൻ്റെ ഒരു വികാരമുണ്ട്. അത് മോടെ ശബ്ദം ഇങ്ങനെയാണല്ലേ? അല്ല, അടച്ചിട്ടുണ്ട്. വെരി ഗുഡ്, അതാ എനിക്ക് തോന്നി. അപ്പം മോളെ ഈ പല്ലവി എനിക്ക് കുറച്ച് സ്റ്റഡി അല്ലാതെ തോന്നിയടാ. ആദ്യം പാടുമ്പോഴേ ആദ്യത്തെ പല്ലവി ഒന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് ആ പ്ലേസ്മെൻറ്റിൽ ഇരുന്നില്ല. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? പാടി തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേൽ പുലരി വെയിലൊളി മോളെ വെയിൽ ഒലിയാണോ? വെയിലൊളി ഒളി അളാ, അത് കേക്കട്ടെ. പുലരി വെയിലൊളി പൂക്കാവടി ആടി തിരു തില്ലാന തിമില തകിലൊടു പാടി. അത് കുറച്ച് ചേർന്നാ മതി, അത് ഒരു ശ്രുതിയിലേക്ക് ചേരട്ടെ മോളെ കേട്ടോ, പാടി എന്നുള്ളത്. പിന്നെ ഈ ചരണത്തില് മോൾ ഈ കേൾക്കണം എന്നുള്ളത് മോൾ ആ സിങ്കപ്പേഷൻ മാറ്റിയതാണോ ശ്വാസം എടുക്കാൻ വേണ്ടി? അത് അങ്ങനെ ഉണ്ടോ ഒറിജിനൽ? അത് കേട്ട ഒരു ശീലം എനിക്കില്ല. അത് എവിടെ ഒരു പുതിയൊരു കേൾക്കണം, നീ കേൾക്കണം. മക്കളെ അതെന്തായിരുന്നു ചെയ്തത്? അതൊന്ന് പാടാമോ? തെക്കന്നം പുള്ളുവൻ പാട്ടും കേൾക്കണം തിരുവോമലയിൽ മേടപ്പുല. ഇതിപ്പോ ഓക്കെ, ഇത് എൻ്റെ ഒറിജിനല്. മോളാക്കിയതാ എനിക്കൊന്ന് കേൾക്കേണ്ടത്. ആ സമയത്തൊരു ഞെട്ടലുണ്ടായി. ഒന്നുകൂടെ ഞെട്ടാൻ വേണ്ടിട്ട് രണ്ടു പ്രാവശ്യം ഞെട്ടി, ചരണത്തിലും ഞെട്ടി. നീ ഞെട്ടിക്കാനായിട്ടാ വന്നത്, പാടത് കേക്കട്ടെ. തെക്കന്നം പുള്ളുവൻ പാട്ടും കേൾക്കണം. ഇത് ഏത് പാട്ട്? എന്നുള്ളതാട്ടും കേക്കണം. നിങ്ങളെല്ലാരും കേട്ടോന്ന് അറിയാൻ വേണ്ടി. ഇല്ല, ഞാൻ ആലോചിക്കും ഇതെന്തോന്നടേ ഇത് പെട്ടെന്ന്. പക്ഷെ അത് മോള് ശ്വാസം എടുക്കാൻ വേണ്ടിയല്ലേ? കുഴപ്പമില്ല. രവീന്ദ്ര മാസ്റ്റർ ചിലപ്പോൾ ഇഷ്ടപ്പെടാം, മാസ്റ്റർ പാവാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ രാജാ സാറാണെങ്കിൽ സമ്മതിക്കത്തില്ല. അയ്യോ, ഒന്നാക്കി പിടിച്ചാൽ. ഈ പാട്ട് നല്ല രസമുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് ഈ സിംഗപ്പേഷൻ അങ്ങനെ ആക്കിയത് ഓക്കെ. ഞാൻ ആദ്യം ഞെട്ടിയെങ്കിലും ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ സീസൺഡായി. ഇത് കുഞ്ഞിങ്ങനെ തന്നെ പാടുമെന്ന് എനിക്ക് തോന്നി. അത് തന്നെ കൃത്യമായിട്ട്. പക്ഷെ എന്തെങ്കിലും കൊള്ളാത്. ഇറ്റ്സ് എ ബ്രില്യൻ്റ് അറ്റംപ്റ്റ്. പക്ഷെ വേറെ എങ്ങും കയറി പയറ്റരുത് മുളക് കേട്ടോ. ശ്വാസം കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെടുക. ഇത് കേൾക്കണം തിരേരാരെന്ന് പറയുമ്പോൾ അതിനകത്തൊരു എന്തോ
ഒരു ഐറ്റം ചിരിയുടെ ഒരു അംശവും കൂടെ കിടപ്പുണ്ട്, ഒരു കോമിക് എഫക്റ്റും കൂടെ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വോട്ടവർ മോള് നന്നായിട്ട് തന്നെ പാട്ടുണ്ട് മോളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക വൈക എന്തോ നന്നായിട്ട് പാടി മോളെ, താങ്ക് യു ഷാനിക്ക. നന്നായിട്ട് തന്നെ മോള് പാടി. പിന്നെ എന്ത് ശബ്ദം അടഞ്ഞിരിപ്പാണ്? അത് ആ പഴഞ്ഞപ്പോ പാടി കഴിഞ്ഞപ്പോ പഴഞ്ഞപ്പോഴാ അല്ല പഴകഞ്ഞു കുടിച്ചപ്പോ കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ എയർ ഏറാ എയർ എയർ പോയാ? എയർ പോയതല്ല, എയർ ഈ സൗണ്ടിൽ എയർ ഉണ്ടായിരുന്നു, സൗണ്ടിൽ എയർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ചുമയുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈ പോർഷൻസിലൊക്കെ ചെറിയൊരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്തതും പല പല വാക്കുകൾ മനസ്സിലാവാതെ ഇരുന്നതും. കാരണം സാധാരണ വൈക പാടുമ്പോഴെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പാടാറുള്ളത്. ഇന്ന് കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് അക്ഷരങ്ങൾ എസ്പെഷ്യലി മറ്റേ തിരുവേളി പന്തലുമേന്നൊന്നും ഒന്നും മനസ്സിലായില്ല. തിരുവേളിയാണ് പാടുന്നതെന്ന് പോലും മനസ്സിലായില്ല. എന്തോ ഒരു ഐറ്റം പാടുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കി, ഓ തിരുവേളിയാണ് പാടിയത്, കാരണം മനസ്സിലായില്ല നമ്മളത്. അങ്ങനെ കുറച്ച് വേറെ അങ്ങനെ കാര്യമായിട്ട് ശ്രുതി പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. മോറോലെസ് സെയിം നല്ല ശ്രുതിയിൽ തന്നെയാണ് പാടിയത്. പിന്നെ ഇഷ്ടം പോലെ പാടിയുണ്ടല്ലോ, ചില പാടിക്ക് സ്മൂത്താണ്, ചില പാടി സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന പോലത്തെ ഒരു പോക്ക് പോകുന്നുണ്ട്. ഇറ്റ് വാസ് ഗുഡ്. മോൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ ഓക്കെ വൈക എന്തോ നന്നായിട്ട് പാടി, നല്ല സിംഗിങ് ആയിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു ഹമ്മിങ് ഇല്ലേ, അതൊന്ന് പാടാവോ? ആ അതിന്റെ ഇടയ്ക്ക് ഒരു നോട്ട് വരുന്നത് അല്ല ആ ഓൾമോസ്റ്റ് അങ്ങനെയാണ് സ്റ്റാർട്ട്. അപ്പം എനിക്കൊരു നോട്ട് ഇതിനിടയ്ക്ക് എന്തോ ഒരു ഫുള്ളാവാത്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ പിച്ച് പെർഫെക്റ്റ് മൊത്തത്തിൽ പിച്ച് ഓക്കെ ആയിരുന്നു, അങ്ങനെ വലിയ പിച്ച് ഔട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ പാട്ടും കേൾക്കണം അവിടെയാണ് സ്റ്റാർ അടിച്ചത്. കണ്ടോ? അപ്പൊ ബ്രത്ത് അവിടെ രണ്ടിടത്ത് എടുത്തു കഴിഞ്ഞാൽ കേൾക്കണം ഈ സാധനം നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാം. അതൊന്ന് പാടി നോക്കിക്കേ. നമ്മൾ ഇപ്പൊ അങ്ങനെ ഒന്ന് ഒരു അറ്റംപ്റ്റ് ഈ പ്രായത്തിലൊക്കെ ബ്രീത്തിങ് കപ്പാസിറ്റി വേണം. ഇവിടെ 2 വലി വലിച്ചാൽ കിട്ടും. ഇത് എവിടെ പോകാന് ഒന്ന് നോക്കട്ടെ. അത്രയും സമയമില്ല. മൈക്ക് അപ്പുറത്തെ കൺട്രി കൊണ്ട് കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാനുള്ള സമയമല്ല. ഇതേ വലി തന്നെ ഇപ്പൊ ഇടയ്ക്ക് എടുത്തില്ലേ മോള്, അതേപോലെ അങ്ങനെ തുടങ്ങി ഒറ്റപ്പിടി. പുലർക്കാല പൊൻകണി വെക്കാൻ വെള്ളോട്ടിനുരുളിയൊരുക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. നടക്കും, വൈകനെ കൊണ്ട് പറ്റുന്ന കേസ്. അത്രേ ഉള്ളു മോളെ. ആ ഉരുളി എടുത്തപ്പോ ഒന്ന് കാലേ വീണെന്നേ ഉള്ളൂ, അത്രേ ഉള്ളു. പക്ഷെ എത്തിയല്ലോ നീ, അത് വലിയ കാര്യം. പിന്നെ ക്ലാരിറ്റി, അതിപ്പോ നമ്മൾ ഈ എനിക്ക് തോന്നുന്നത് നല്ല പാട്ടാണ് മോളെ, പക്ഷെ വൈകയ്ക്ക് കുറച്ച് വേറൊരു സോങ് എടുക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഐ ഫെൽറ്റ്. കാരണം ഇതിപ്പോ ഒരു ഭയങ്കര ഒരു ഓപ്പൺ വോയിസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ലേ, ക്ലിയർ വോയിസ്, അങ്ങനെയുള്ളൊരു വോയിസിന് ഇത് ആപ്റ്റ് ആയിരിക്കും. വൈകയ്ക്ക് ചിലപ്പം വേറൊരു പാട്ട് ബ്രില്യൻ്റ് ആയിട്ട് പാടാം. ഇത് ഇച്ചിരി വൈകയുടെ വോക്കൽ ടോണിന് ഇത് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്ക്. മനസ്സിലായില്ലേ? വൈക ഇപ്പം വയ്യാലക്ഷ്മിയാണ്. വയ്യാലക്ഷ്മി കേട്ടോ? ആ ബാക്കിയൊക്കെ പറഞ്ഞു. ഇനി ഞാൻ ഒരുപാട് കറക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇനി ഇങ്ങനത്തെ കറക്ഷൻസ് വരുത്താതെ നമുക്ക് ശരിക്കുള്ള ബ്രെത്ത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്
ഹി ഷുഡ് ഡു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരിച്ചേട്ടാ. മാർക്ക് ചോദിക്കാം. ഷാനിക്ക. വൈക എന്തോ 8.7. താങ്ക് യു താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. 8.8. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. 8.8. താങ്ക് യു സർ. സോ ടോട്ടൽ 26.3. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.